അവ ജയാ കിട്ടി കിട്ടി കിട്ടിയെങ്കിലും എടുത്തോ. അതല്ലെന്ന് ഐഡിയ കിട്ടി. ഇവിടെ പണി നടക്കുന്നുണ്ടല്ലേ, നീ പോടേ. അതിനേക്കാൾ വലിയ പണി ഒപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്കിനി സുഖമായിട്ട് ഉറങ്ങാം. വന്നേ പറയട്ടെ. സംഗതി രഹസ്യമാ. ഈ കടലാസുകൾ കണ്ടോ? നീ എന്താ കപ്പലിൽ കച്ചവടം തുടങ്ങാൻ പോണോ? വിദേശത്തും ഇന്ത്യയിലും വളരെ വിദഗ്ധമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. പബ്ലിക് ലൈബ്രറിയിൽ പോയി വളരെ പാടുപെട്ട് ഞാൻ സമ്പാദിച്ചാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇതൊക്കെ എന്തിനാടാ? ഇതിൽ നിന്നും വളരെ അഡ്വാൻസ്ഡ് സയന്റിഫിക് രീതിയിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നു. സംഗതി നടപ്പാക്കുന്നു. ഇത് സ്വിറ്റ്സർലൻഡിൽ 1925 നടന്ന കേസാണ്. ഭാര്യയെ കൊന്ന് വെട്ടി നുറുക്കി ഓരോ കിലോയുടെ പാക്കറ്റുകളിലാക്കി സ്വന്തം കോൾഡ് സ്റ്റോറേജിൽ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് മട്ടന്റെയും പന്നിയിറച്ചിയുടെയും കൂടെ വിറ്റ് തീർത്ത സർ ആർതർ ജുറാസിക് പാർക്കിൻസൺ എന്ന സായിപ്പിന്റെ കേസാണ്. ചത്ത ആ ഭാര്യയ്ക്കും കൊന്ന ഭർത്താവിനും അല്ലാതെ വേറെ ആർക്കും ഈ കേസ് അറിയില്ല. എടാ പന്ന മര കഴുത, മറ്റാർക്കും അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാടാ പത്രത്തിൽ വന്നത്? എന്റെ കയ്യിൽ നിന്ന് ഓസിന് കള്ളടിക്കാൻ വേണ്ടി ഓരോ വിഡിത്തരങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വരിക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കരുക്കൾ നീക്കിയാലേ ഈ ട്രാപ്പിൽ നിന്ന് ഊരാൻ പറ്റൂ. ഇനിയും രാധികയുടെ തുടക്കി നിന്നാൽ രക്ഷയില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. എന്ന് വെച്ചാൽ വളരെ സ്നേഹമായിട്ട് അവളോട് പെരുമാറണം. ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കുകയാണെന്ന തോന്നൽ രാധികയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി കരയുകയോ കാല് പിടിക്കുകയോ മാപ്പ് പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെന്റെ പട്ടി വരും. നിന്നെ അങ്ങനെ തന്നെയാ കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കുക ചെയ്യാം. അങ്ങനെ നീ അവളെയും കൊണ്ട് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു. എങ്ങോട്ട്? അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കൊടൈക്കനാൽ. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, സൂയിസൈഡ് പോയിന്റ്. തമിഴന്മാരും തെലുങ്കന്മാരും ഹിന്ദിക്കാരും സിക്കിംകാരും അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ളവരും അവിടെ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുക. എന്തിന്? ചാവാൻ. നമുക്ക് ഇന്ന് തന്നെ കൊടൈക്കനാലിലേക്ക് പുറപ്പെടാം. എത്രയും പെട്ടെന്ന് പോയാൽ രണ്ടാമത്തെ ക്യൂവിലെങ്കിലും കയറി പറ്റാം. മഞ്ഞു മൂടിക്കിടക്കുന്ന മലമടക്കുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് രാധിക സ്വയം മറന്നു നിൽക്കുമ്പോൾ നീ അവളുടെ കാല് വാരണം. അഗാധമായ അന്തർദാഹത്തിന്റെ അനന്തതയിലേക്ക് അവൾ അടിവെച്ച് ഏകയായി താഴോട്ട്. എന്നിട്ട് വേണമല്ലടാ കോപ്പെ നിനക്ക് എന്നെ ജയിലിൽ കയറ്റാൻ. നിക്ക്. അങ്ങനെയാണെങ്കിൽ നീ കൊല്ലണ്ട. ട്രിപ്പ് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. കൊല ചെയ്യാനുള്ള ആൾക്കാരെ ഞാൻ സംഘടിപ്പിച്ചോളാം. പക്ഷേ ഈ കാര്യക്രം പ്രായോജക് ഞാനായിരിക്കും. അങ്ങനെ കൊടൈക്കനാലിന്റെ സൂയിസൈഡ് പോയിന്റ് നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയി മാറും. താങ്ക് യു. ഇതോടെ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ നിർത്തി. എന്തും ചെയ്യാനുള്ള കൈക്കരുത്തും മനക്കരുത്തും വേണം. നീ താലി കെട്ടിപ്പോയില്ലടാ, അവളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ എന്തോ? ഇതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ വരണമെന്നായിരുന്നു എന്റെയും പ്രാർത്ഥന. ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. നിന്നെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. ആരെങ്കിലും ഒരാൾ തോൽക്കണം, എന്നാലേ ഒരു ജയം ഉണ്ടാവും. നീ സമാധാനപ്പെടുക. ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരായിരിക്കില്ല. ആരാ? ഹലോ 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 മേനേജേട്ടാ, ഇപ്പൊ വരാം. Hello? Hello. Is this Mr. MKP Menon's residence? Yes. Who is Mr. MKP Menon? It's me.
വിടുവച്ചേ. എന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല? ഓ ഷെയിം ഷെയിം. ബട്ട് എനിക്ക് വീട്ടിലെ എല്ലാരെയും അറിയാം. ഇന്ദിര അല്ലേ? അതെ. ജയേട്ടൻ. ആ ഉണ്ണി. സരസ്വതി ആന്റി. ഞാൻ പൊതുവാൾ. യെസ്. ഇവരെ രണ്ടുപേരെയും എനിക്ക് മനസ്സിലായില്ല. വൈഫാണ് ആന്റി. ഓ, ഇപ്പോഴും എന്നെ ആർക്കും മനസ്സിലായില്ലല്ലേ? വളരെ മോശം. എല്ലാവരും തോറ്റെങ്കിൽ ഞാൻ തന്നെ പറയാം. പിങ്കി എസ് മേനോൻ, താമരക്കുളത്തെ ശശിധര മേനോന്റെ ഏക മകൾ എന്ന് വെച്ചാൽ ആന്റിയുടെ ഏറ്റവും ഇളയ സഹോദരന്റെ ഒരേ ഒരു മകൾ. പിങ്കി മോള്. ഡാഡിയോട് ഇവിടെ എല്ലാവർക്കും പിണക്കമാണെന്നറിയാം. അതോടി തീർക്കാനാ ഞാൻ വന്നത്. എന്നോട് ആർക്കും പിണക്കമൊന്നുമില്ലല്ലോ. ഇവളാകെ വെളുത്ത് മദാമയെ പോലെ ആയില്ലേ അച്ഛാ? ഡൽഹിയിൽ ഇപ്പൊ മഴയുണ്ടോ? ഇല്ല, അവിടെ ഇപ്പൊ വിന്ററാ. ഓ, അപ്പൊ ഭയങ്കര ചൂടായിരിക്കും അല്ലേ? വിന്റർ എന്ന് പറഞ്ഞ മഞ്ഞുകാലം. നീ പറഞ്ഞത് മുഴുവൻ തെറ്റാണല്ലോ. മോളെ, ഡാഡിക്കും മമ്മിക്കും ഒക്കെ സുഖമാണല്ലോ അല്ലേ? യെസ്, സുഖം. ഏതായാലും മോക്ക് വരാൻ തോന്നില്ല, നന്നായി. ഡാഡി 2 മാസത്തെ ഒഫീഷ്യൽ ടൂറിന് സ്റ്റേറ്റ്സിലേക്ക് പറഞ്ഞു. മമ്മിക്ക് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചും. എനിക്കാണെങ്കിൽ എക്സാം കഴിഞ്ഞ് ആകെ ബോറടിച്ചു. ഒരു എസ്കേപ്പ്, നേരെ ഇങ്ങോട്ട് പോന്നു. അങ്ങനെയെങ്കിലും പിങ്കി ചേച്ചി ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഇനി ഇവിടുന്ന് അവിയലുണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചിട്ട് ഡൽഹിക്ക് വരാമെന്നാ ഡാഡിയുടെ ഓർഡർ. അതിനെനിക്ക് രാധേ ചേച്ചിയുടെ ഹെൽപ്പ് വേണം. ഓ, അതിനെന്താ, പക്ഷെ ഫീസ് വേണം. ഏറ്റു. പിന്നെ ഈ ജയേട്ടന് അധികം ഭക്ഷണം കൊടുക്കല്ലേ. ഇപ്പൊ തന്നെ കവിള് കണ്ടില്ലേ, വാട്ടർ മെലൺ പോലെ. ഓ, തണ്ണിമത്തൻ. പക്ഷെ ഇപ്പൊ കുറവുണ്ട് കേട്ടോ. പണ്ട് ജയേട്ടൻ കുറുമ്പനായിരുന്നെന്ന് ഡാഡി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും എന്റെ ചെക്കനെ തട്ടിയെടുത്തല്ലോ. ഒരു 2-3 മാസം മുമ്പ് നീ ഇവിടെ വന്നായിരുന്നെങ്കിൽ ഞാൻ നിന്നെയല്ലേ കെട്ടുള്ളൂ. ചേച്ചി വാ. ഭയങ്കര വെയിറ്റ്. എന്താ ഇവിടെ? ബീച്ചും പാർക്കും തിയേറ്ററും ഒന്നും പ്രേമിക്കാനും സല്ലപിക്കാനുമുള്ള സ്ഥലങ്ങളല്ല. പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നു. ശരിയാ, ഇന്നത്തെ കാലത്ത് സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും വളരെ തെറ്റാണ്. കള്ളവാറ്റും കരിഞ്ചന്തയും ചാരപ്രവർത്തനവും നടത്തുന്നതായിരിക്കും അതിന്റെ ശരി. ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കരുത്. പ്രദീപേ. പ്രദീപല്ല, ഇൻസ്പെക്ടർ പ്രദീപ്. ഓ, ഇൻസ്പെക്ടർ പ്രദീപേ. ഈ കാക്കിക്കുള്ളിലെ കരിങ്കൽ ഹൃദയത്തിന് പ്രേമം ഒരു പബ്ലിക് ന്യൂസൻസ് ആയി തോന്നിയതിൽ എനിക്ക് അത്ഭുതമില്ല. ഒരു കാര്യം അറിയോ? ഇതിഹാസങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ഈശ്വരൻ ജനിക്കുന്നതിന് മുമ്പ് പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടിയിട്ടുണ്ട് പ്രേമത്തിനെ കുറിച്ച്. കവിഹൃദയങ്ങൾ ഉറക്കെ പ്രസംഗിച്ചിട്ടുമുണ്ട്. ഈ കാക്കിയുടെ പുറന്തോട് പൊട്ടിച്ച് പ്രേമം എന്ന വികാരത്തിന്റെ അനുഭൂതി അനുഭവിച്ചറിയൂ. എന്നിട്ട് തീരുമാനിക്കൂ ഞങ്ങൾ അകറ്റണോ വേണ്ടതെന്ന്. സാറിനെ പോലെ സത്യസന്ധനും നീതിമാനും സുന്ദരനുമായ ഒരു പോലീസ് ഓഫീസർ ഏതെങ്കിലും ചെറ്റ അലവലാതി ബാഹ്യശക്തിയുടെ പ്രേരണയ്ക്ക് വശംവദനാകരുത്. ഹലോ. ഹലോ 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 ഹലോ. ക്രൗഞ്ച പക്ഷികൾ വെടിവെച്ച് വീഴ്ത്തിയ കാട്ടാളനല്ല ഞാൻ. ഈ പോലീസ് യൂണിഫോമിനുള്ളിൽ കരിങ്കല്ലല്ല, ഒരു കവിഹൃദയമുണ്ട്. പ്രേമിക്കാൻ തുടികൊട്ടുന്ന ഒരു മനസ്സുണ്ട്. ഞാൻ കൊതിക്കുന്ന ഒരു പെണ്ണുണ്ട്. നിലവിലും നിദ്രയിലും ഒരു സ്വരം മാത്രം, ഒരു മുഖം മാത്രം. അതേത് മുഖം? ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ. പാവം.